നമസ്കാരം പ്രിയമുള്ളവരെ. വയനാട് നടക്കുന്ന കോൺഗ്രസിൻ്റെ പഠന ക്യാമ്പ് കോൺഗ്രസിന് 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കിട്ടുന്ന സീറ്റുകളുടെ എണ്ണം വിശകലനം ചെയ്തു എന്ന വാർത്ത പുറത്തു വരികയാണ്. 85-ൽ പരം സീറ്റുകളാണ് കോൺഗ്രസ് അല്ല യു ഡി എഫ് പ്രതീക്ഷിക്കുന്നത്. അതിൽ കുറച്ചുകൂടി ക്രിയാത്മകമായ വർക്ക് ചെയ്താൽ 100 സീറ്റിൽ പരം പോകാം എന്നാണ് കോൺഗ്രസിൻ്റെ വിലയിരുത്തൽ. 100 സീറ്റിലെത്തുവാനുള്ള നടപടികളുമായി അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുമായി യു ഡി എഫ് ടീം മുന്നോട്ട് പോകുമെന്നാണ് കോൺഗ്രസ് ആ ശിബിരത്തിൽ വ്യക്തമാക്കുന്നത്. പക്ഷേ നമ്മൾ ഈ ജില്ലതോറും കോൺഗ്രസിൻ്റെ കണക്ക് കൂട്ടലുകൾ എടുത്തു നോക്കിയാൽ അത് ഈ ലോക്സഭാ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ 85ഓളം സീറ്റ് കോൺഗ്രസ് കണക്കാക്കുന്ന മിക്ക ജില്ലകളും അത് നമ്മൾ എടുത്തു നോക്കുമ്പോൾ അല്പം അതിശയോക്തി കലർന്ന കണക്കാണ് എന്ന് തോന്നും. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് വലിയ പ്രകടനം വെച്ചുവെങ്കിലും അത് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ എത്തുമ്പോൾ കോൺഗ്രസിൻ്റെ കണക്ക് കൂട്ടലുകൾ പ്രായോഗികമാകുമോ എന്ന് ചിലയിടങ്ങളിലെങ്കിലും സംശയമുണ്ട്. കാരണം തെക്കൻ കേരളത്തിൽ കോൺഗ്രസിൻ്റെ ഒരു പ്രകടനം അത് എത്രത്തോളം സക്സസ് ആകുമെന്ന കാര്യത്തിൽ സംശയമുണ്ട്. കാരണം ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ തന്നെ ഒരു ഈഴവ വോട്ട് വികേന്ദ്രീകരണം ലക്ഷ്യമാക്കി ചില വിവാദ പ്രസ്താവനകളുമായി മുന്നോട്ട് പോകുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം തന്നെ CPM അല്ലെങ്കിൽ LDF അനുകൂലമായിട്ട് ഒരു ഈഴവ മുഖ്യമന്ത്രി ഉണ്ടാകുക എന്ന ചില ഒരു മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിൻ്റെ ചില വാക്കുകളും പ്രവൃത്തികളും ഒക്കെ മുന്നോട്ട് പോകുന്നത്. അത് എത്രത്തോളം UDF പ്രതികൂലമായി ബാധിക്കുമെന്ന ചോദ്യം തന്നെ ഉയരുന്നുണ്ട്. തെക്കൻ കേരളത്തിലെ പ്രകടനം അത് താരതമ്യേനയെങ്കിലും നല്ലതായാൽ മാത്രമേ ഒരിക്കൽ കൂടി UDF 10 വർഷത്തിൻ്റെ ഇടവേളയ്ക്ക് ശേഷം അധികാരത്തിലെത്തുവാൻ കഴിയൂ എന്നൊരു യാഥാർത്ഥ്യമുണ്ട്. പ്രത്യേകിച്ചും UDF അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഈ പഠനശിബിരം മുന്നോട്ട് വയ്ക്കുന്ന ജില്ലകളിലെ കണക്കനുസരിച്ച് കാസർഗോഡ് ജില്ലയിൽ ആകെയുള്ള 5 സീറ്റിൽ 3 സീറ്റ് അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. പരമ്പരാഗതമായ 2 സീറ്റാണ് അവിടെ UDF കിട്ടുന്നത്. മുസ്ലിം ലീഗിൻ്റെ കാസർഗോഡും മഞ്ചേശ്വരത്ത് തന്നെ കടുത്ത മത്സരമാണ് ഇപ്പോൾ നടക്കുന്നത്. വളരെ ചെറിയ വോട്ടുകൾക്ക് 100, 135, 120 വോട്ടുകൾക്കൊക്കെയാണ് അവിടെ മുസ്ലിം ലീഗ് വിജയിച്ച് കയറാറുള്ളത്. അവിടെ BJPക്ക് സാധ്യതയുള്ള മണ്ഡലമാണ്. മുസ്ലിം ലീഗും BJPയും തമ്മിലാണ് അവിടെ ഒരു മത്സരം. അത് തന്നെ കടുത്ത മത്സരത്തിനൊടുവിൽ വിജയിച്ചു വരുന്ന ഒരു സീറ്റാണ്. ഉദുമ ആണ് കോൺഗ്രസ് ഒരുപക്ഷെ മൂന്നാമത് ഈ 2 സീറ്റും കൂടാതെ അവിടെ വിജയപ്രതീക്ഷ വെച്ച് പുലർത്തുന്നത്. അതൊക്കെ എത്രത്തോളം സക്സസ് ആകും എന്ന കാര്യത്തിൽ സംശയമുണ്ട്. അതുപോലെ കോഴിക്കോട് ജില്ലയിൽ വരുമ്പോൾ 13-ൽ 8 സീറ്റ് UDF പ്രതീക്ഷിക്കുന്നുണ്ട്. അത് ഒരു ഷാഫി ഇഫക്റ്റൊക്കെ വെച്ചിട്ടാണ്. ഷാഫി പറമ്പിലിൻ്റെ വലിയ ഇഫക്റ്റ്, അദ്ദേഹം വടകര MP ആണ്. ആ പ്രദേശത്തേക്ക് വരുന്ന ആ വടകര ലോക്സഭാ മണ്ഡലത്തിന് കീഴിൽ വരുന്ന ചില നിയമസഭാ സീറ്റുകൾ, പ്രത്യേകിച്ചും കൊയിലാണ്ടി, നാദാപുരമൊക്കെ പിടിച്ചെടുക്കുവാൻ കഴിയും എന്ന് കോൺഗ്രസ് വിശ്വസിക്കുന്നുണ്ട്. 13-ൽ 8 സീറ്റ് പ്രായോഗികമാകും എന്ന് ഒരു പരിധിവരെ നമുക്ക് വിശ്വസിക്കാൻ കഴിയുമെങ്കിലും അതിന് പ്രതിസന്ധികളും ഉണ്ട് എന്നതാണ് ഏറ്റവും പരമപ്രധാനമായ കാര്യം. മലപ്പുറത്ത് 16-ൽ 16 സീറ്റും പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ പൊന്നാനി പോലുള്ള സീറ്റുകളിൽ LDF തന്നെയാണ് ഈ അവസരത്തിലും സാധ്യത എന്ന ഒരു പ്രത്യേകതയുണ്ട്. തവന്നൂരിൽ അവിടെ സ്ഥാനാർത്ഥി ആരായിരിക്കും എന്ന് അതുമായി ബന്ധപ്പെട്ടിരിക്കും KT ജലീലിൻ്റെ വിജയസാധ്യത. തൃശ്ശൂരിൽ 13-ൽ 6 സീറ്റ് UDF പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം വെച്ച് കോൺഗ്രസിൻ്റെ ഏറ്റവും മോശം പ്രകടനം നടക്കുന്ന ജില്ലകളിൽ ഒന്നാണ് തൃശ്ശൂർ. അവിടെ കോർപ്പറേഷനൊക്കെ പിടിച്ചുവെങ്കിലും അവിടുത്തെ ഒരു 13-ൽ 6 സീറ്റ് എന്നത് ഒരുപക്ഷെ സാധ്യമാകുമോ എന്ന കാര്യം കൂടിയുണ്ട്. അതുപോലെ ഇടുക്കിയിൽ വന്നാൽ 5-ൽ 4 സീറ്റാണ് കോൺഗ്രസ് ഈ പഠനശിബിരത്തിൻ്റെ അടിസ്ഥാനത്തിൽ കിട്ടും എന്ന് പറയുന്നത്. അതിൽ ഉടുമ്പൻചോല പോലെയുള്ള മണ്ഡലങ്ങളുണ്ട്. ഉടുമ്പൻചോലയിൽ കഴിഞ്ഞ പ്രാവശ്യം MM മണി 38,305 വോട്ടുകൾക്ക് അഗസ്തിയെ പരാജയപ്പെടുത്തിയ മണ്ഡലമാണ്. ആ മണ്ഡലം UDF പിടിക്കുമോ? കാരണം അങ്ങനെയാണെങ്കിൽ വലിയ ഒരു സ്ട്രഗിൾ തന്നെ UDF അവിടെ നടത്തേണ്ടതുണ്ട്. മറ്റൊന്ന് റോഷി അഗസ്റ്റിൻ്റെ ഇടുക്കി. ഇടുക്കിയിൽ റോഷി അഗസ്റ്റിന് വ്യക്തിപരമായ വോട്ടുകളുണ്ട്. ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ അവിടെ UDF മുന്നിലാണെങ്കിൽ പോലും അതൊക്കെ UDF പിടിക്കണമെങ്കിൽ കുറച്ചുകൂടി ക്രിയാത്മകമായ കാര്യങ്ങൾ ചെയ്തു പോകേണ്ടതുണ്ട് എന്നാണ് ഏറ്റവും പരമപ്രധാനമായ യാഥാർത്ഥ്യം. തിരുവനന്തപുരം വില്ലേജിനെ കുറിച്ച് വരികയാണെങ്കിൽ അവിടെ 14-ൽ 4 സീറ്റാണ് UDF പ്രതീക്ഷിക്കുന്നത്. അവിടെ ഒരുപക്ഷെ കുറച്ചുകൂടി സത്യസന്ധമായ വിലയിരുത്തലായിരുന്നിട്ടുണ്ടായിരുന്നു കോൺഗ്രസ് നടത്തുക. കാരണം കോൺഗ്രസിൻ്റെ ഏറ്റവും ദുർബലമായ സംഘടനാ സംവിധാനമുള്ള ജില്ലയാണ്
തിരുവനന്തപുരം ജില്ല, എൻ്റെ ജില്ല കൂടിയായ തിരുവനന്തപുരം ജില്ല, നമ്മൾ വേറെയുള്ള പ്രദേശങ്ങളിലൊക്കെ കോൺഗ്രസിൻ്റെ പ്രകടനങ്ങളോ മറ്റോ ഒക്കെ ടി വിയിൽ കാണുമ്പോൾ ഒരു യുവത്വത്തിൻ്റെ പ്രസരിപ്പുണ്ടാകും. മറ്റുള്ള എല്ലാ പ്രദേശങ്ങളിലും യുവാക്കൾ കോൺഗ്രസിലേക്ക് കടന്നു വരുന്ന ഒരു സമയമാണിത്. പ്രത്യേകിച്ചും ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും വിഷ്ണുനാഥും ഒക്കെ ഉണ്ടാക്കിയ വലിയൊരു ഇഫക്റ്റ് ഉണ്ട് കോൺഗ്രസ്സിന്. ഒരുപാട് യുവാക്കൾ കോൺഗ്രസിലേക്ക് കടന്നു വരുമ്പോഴും തിരുവനന്തപുരം ജില്ലയിൽ ഇപ്പോഴും ആ ഒരു വയസ്സൻ പട തന്നെ കോൺഗ്രസിനെ നയിക്കുന്നു എന്ന ഒരു യാഥാർത്ഥ്യമുണ്ട് എന്നത് നമ്മൾ ഈ അവസരത്തിൽ ചേർത്ത് വെക്കേണ്ടതാണ്. നമ്മൾ ഇടുക്കി ജില്ലയിൽ തന്നെ എടുത്താൽ പീരുമേട് ഒരുപക്ഷെ കോൺഗ്രസ് തിരിച്ചു പിടിച്ചേക്കാൻ സാധ്യതയുള്ള മണ്ഡലമാണ്. ES ബിജിമോൾ റോഡ് 2016 314 വോട്ടുകൾക്കാണ് സിറിയക് ജോൺ പരാജയപ്പെടുന്നത്. 2021 വാഴൂർ സോമനോട് 1835, അതായത് 2 ഇലക്ഷനുകളിലും കോൺഗ്രസ് ചെറിയ വോട്ടുകൾക്ക് പരാജയപ്പെടുന്ന മണ്ഡലമാണ് പീരുമേട്. അത് ഇടുക്കിയിൽ ഒരുപക്ഷെ കോൺഗ്രസ് തിരികെ പിടിച്ചേക്കാം എന്ന ഒരു വസ്തുതയുണ്ട്. അതായത് കോൺഗ്രസ്സിന് ഒരു 85 സീറ്റ് പിടിക്കണമെങ്കിൽ തെക്കൻ ജില്ലകളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം എന്ന് തന്നെയാണ് ഏറ്റവും പരമപ്രധാനമായ കാര്യം. മറ്റൊന്ന്, കോൺഗ്രസിൻ്റെ ചില സ്ഥാനാർത്ഥി നിർണയവും ഇതുമായി ബന്ധപ്പെട്ട് അഭ്യൂഹങ്ങളും ഈ ശിബിരത്തോടനുബന്ധിച്ച് പുറത്തു വരുന്നു എന്നതാണ്. കാരണം അതിലൊന്ന്, കെ ബാബു അടുത്ത പ്രാവശ്യം മത്സരിക്കുവാൻ സാധ്യതയില്ല എന്നതാണ്. അവിടെ രമേശ് പിഷാരടി എന്ന സിനിമാ താരത്തിൻ്റെ പേരാണ് പറഞ്ഞു കേൾക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം സ്വരാജിനോട് 1232 വോട്ടുകൾക്ക് മാത്രമാണ് കെ ബാബു വിജയിച്ചത്. വളരെ കടുത്ത മത്സരം നടക്കുന്ന ആ മണ്ഡലത്തിലേക്ക് രമേശ് പിഷാരടി എത്രത്തോളം ആപ്റ്റായിട്ടുള്ള സ്ഥാനാർത്ഥിയാകുമെന്ന കാര്യത്തിൽ സംശയമുണ്ട്. കാരണം സ്വരാജാണ് അവിടെ വരുന്നതെങ്കിൽ രമേശ് പിഷാരടി അവിടെ വിജയിക്കുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. പ്രത്യേകിച്ച് തൃപ്പൂണിത്തറയിൽ BJPക്കും വലിയ സ്വാധീനമുള്ള മണ്ഡലമാണ്. തൃപ്പൂണിത്തറ മുനിസിപ്പാലിറ്റി പ്രാവശ്യം BJP ആണ് പിടിച്ചത്. അവിടെ ഒരു പാർട്ടി സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുന്നതായിരിക്കും കോൺഗ്രസ് സംബന്ധിച്ച് നല്ലത്. കൊട്ടാരക്കരയും ഇതുപോലൊരു പേരാണ് പറഞ്ഞു കേൾക്കുന്നത്. അവിടെ അഖിൽ മാരാർ, സോഷ്യൽ മീഡിയ താരവും ബിഗ് ബോസ് താരവും ഒക്കെ അഖിൽ മാരാറിൻ്റെ പേരാണ് പറഞ്ഞു കേൾക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം രശ്മി ബാലഗോപാലിനോട്, മന്ത്രി കൂടിയായ ഇപ്പോൾ മന്ത്രിയായ ബാലഗോപാലിനോട് രശ്മി നല്ല മത്സരം കാഴ്ചവെച്ച വെറും 10,000 വോട്ടുകൾക്ക് മാത്രമാണ് ബാലഗോപാലിന് അവിടെ വിജയിക്കുവാൻ കഴിഞ്ഞത്. അതിനു മുമ്പ് 40,000 വോട്ടുകൾ ഐഷ പോറ്റി എന്ന് പറയുന്ന CPM സ്ഥാനാർത്ഥിക്ക് ലീഡ് കൊടുത്ത മണ്ഡലമാണ്. സവിൻ സത്യനെ 40,000 വോട്ടുകൾക്കാണ് ഐഷ പോറ്റി പരാജയപ്പെടുത്തത്. ആ സ്ഥലത്താണ് ആ ലീഡ് 10,000-ൽ കൊണ്ടെത്തിക്കുവാൻ രശ്മിക്ക് കഴിഞ്ഞത്. അവിടെ രശ്മിയെ പോലെയുള്ള ഒരു സ്ഥാനാർത്ഥിയെ പരീക്ഷിക്കുന്നതായിരിക്കും കോൺഗ്രസ് നല്ലത്. അഖിൽ മാരാരൊക്കെ അദ്ദേഹം BJP ആണോ കോൺഗ്രസ് ആണോ എന്ന് പോലും ഇപ്പോൾ വ്യക്തമല്ലാത്ത സ്ഥിതിക്ക് അദ്ദേഹത്തെയൊക്കെ അവിടെ മത്സരിച്ച് പരീക്ഷിക്കുന്നത് കോൺഗ്രസ് സംബന്ധിച്ച് നഷ്ടക്കച്ചവടം മാത്രമേ ഉണ്ടാക്കുവാൻ സാധ്യമാകുകയുള്ളൂ. സിനിമാ താരങ്ങൾക്ക് പിറകെ പോകാതെ ഈ ജനാധിപത്യ ബോധമുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയിൽ ആ പ്രസ്ഥാനത്തിനു വേണ്ടി പ്രയത്നിക്കുന്ന, അടികൊള്ളുന്ന യുവാക്കൾക്കൊക്കെ ഒരു സാധ്യത കൊടുക്കണം എന്നാണ് എൻ്റെ അഭിപ്രായത്തിൽ പറയുവാനുള്ളത്. പ്രത്യേകിച്ചും സിനിമാ താരന്മാരെയൊക്കെ വെച്ചിട്ടുള്ള രാഷ്ട്രീയ പരീക്ഷണങ്ങൾ കേരളത്തിൽ പരാജയമായിരുന്നു. സുരേഷ് ഗോപി ആയാലും മുകേഷിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ബഡായ് ബംഗ്ലാവിൽ പോകുവാനായി സമയമുണ്ടായിരുന്നുള്ളൂ. നിയമസഭയിൽ അദ്ദേഹം എത്രത്തോളം എത്തിയിട്ടുണ്ട് എന്നതൊക്കെ ചോദ്യമാണ്. എന്തായാലും രാഷ്ട്രീയ പാർട്ടികൾക്ക് അവരുടേതായ തീരുമാനങ്ങൾ ഉണ്ട് എന്ന് തന്നെയാണ് ഏറ്റവും പരമപ്രധാനമായ ഒരു യാഥാർത്ഥ്യം. എന്തായാലും രമേശ് പിഷാരടി കൊട്ടാരക്കരയും അതുപോലെ രമേശ് പിഷാരടി തൃപ്പൂണിത്തറയും അഖിൽ മാരാർ കൊട്ടാരക്കരയും എത്തുന്ന പക്ഷം കോൺഗ്രസിൻ്റെ സാധ്യതകൾ അവിടെ നഷ്ടപ്പെടും എന്ന് തന്നെയാണ് പ്രത്യേകത. കഴിഞ്ഞ പ്രാവശ്യം ധർമ്മജൻ ബോൾഗാട്ടി ബാലുശ്ശേരിയിൽ മത്സരിച്ചതുപോലെയുള്ള ഒരു റിസൾട്ട് തന്നെയായിരിക്കും ഈ മണ്ഡലങ്ങളിൽ നിന്ന് വരിക. ഒരുപക്ഷെ അവരുടെ പൈസയൊക്കെ വാങ്ങിച്ച് 1-2 മണ്ഡലങ്ങൾ കൂടി അവർക്ക് പ്രവർത്തിക്കുവാനുള്ള ഫണ്ട് കണ്ടെത്തുവാൻ കഴിയുമെന്നതിനപ്പുറം എന്തെങ്കിലും രാഷ്ട്രീയ മാറ്റങ്ങൾ ഉണ്ടാകും എന്ന് തോന്നുന്നില്ല. പ്രത്യേകിച്ചും തൃപ്പൂണിത്തറ സിറ്റിംഗ് മണ്ഡലമാണ് എന്നൊരു പ്രത്യേകത കൂടി ഉള്ള സ്ഥിതിക്ക്. എന്തായാലും തിരുവനന്തപുരത്ത് നിന്ന് മറ്റൊരു വാർത്ത വരുന്നത് ശിവൻകുട്ടി അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല എന്നുമായി ബന്ധപ്പെട്ട ആണ് CPMൻ്റെ. അങ്ങനെയാണെങ്കിൽ നേമത്ത് BJPക്ക് സാധ്യതകൾ വർദ്ധിക്കുന്നു എന്ന് തന്നെയാണ് നമ്മൾ കാണേണ്ടത്. കാരണം ഏറ്റവും നല്ല സ്ഥാനാർത്ഥി അവിടെ ശിവൻകുട്ടിയാണ്. ശിവൻകുട്ടി ആണെങ്കിൽ പോലും BJPക്കാണ് ഈ രാഷ്ട്രീയ സാഹചര്യത്തിൽ സാധ്യത. ശിവൻകുട്ടി അല്ലാതൊരു സ്ഥാനാർത്ഥി വരികയാണെങ്കിൽ അവിടെ BJPക്ക് തന്നെയായിരിക്കും സാധ്യത. കാരണം ശിവൻകുട്ടിയുടെ ഇന്നത്തെ പ്രസ്താവന തൃശ്ശൂരിൽ നിന്നുണ്ടായിരിക്കുന്നു, അദ്ദേഹം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല എന്ന്. തിരുവനന്തപുരത്ത് നിന്ന് വരുന്ന മറ്റൊരു വാർത്ത, ആന്റണി രാജു അദ്ദേഹത്തിന് മത്സരിക്കുവാൻ അയോഗ്യനാക്കിക്കൊണ്ടുള്ള ചില പ്രഖ്യാപനങ്ങൾ കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. എങ്കിൽ ആ സീറ്റ് കോൺഗ്രസ്സിന് ഈ സാഹചര്യത്തിൽ പിടിച്ചെടുക്കുവാൻ കഴിയും എന്നൊരു വസ്തുതയുണ്ട്. അവിടെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി ഒരുപക്ഷെ UDFൻ്റെ സ്ഥാനാർത്ഥിയായി CP ജോൺ എത്തുവാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഒരുപക്ഷെ ശബരിനാഥ് എത്തുവാൻ സാധ്യതയുണ്ടെങ്കിൽ പോലും ആ സീറ്റ് കോൺഗ്രസിലേക്ക് വന്നു ചേരും എന്ന പ്രത്യേകതയുണ്ട്. തൽക്കാലം ഈ വീഡിയോ ഇവിടെ വാങ്ങിയാണ്. മറ്റൊരു വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണുന്നവരെ ജയ് ഹിന്ദ്.